ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഒരു മനുഷ്യനായി പിറന്നാൽ അവരുടെ ജന്മം സഫലമാക്കി തീർക്കാൻ രണ്ട് കാര്യങ്ങൾ നാം ആചരിച്ചേ പറ്റൂ. ഒന്നാമത്തെ സത്യം വദ, ധർമ്മം ചര. ഈ രണ്ട് വാക്കിൽ സർവവേദങ്ങളും അടങ്ങിയിരിക്കുന്നു. അറിയേണ്ടത് മുഴുവൻ ഈ രണ്ടെണ്ണത്തിൽ ഒതുക്കി വച്ചിരിക്കുന്നു. സത്യം വദ, നാം സത്യം മാത്രമേ പറയൂ. പക്ഷേ പറയാൻ പറ്റുന്നതല്ല സത്യം എന്നത്. സത്യത്തെക്കുറിച്ച് വചിക്കാൻ കഴിയുകയില്ല. എങ്കിലും സത്യം വദ. എന്താണ് സത്യം എന്നത്? സത്യം എന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിചാരവും വാക്കും പ്രവൃത്തിയും ഒന്നാകുന്നതാണ്. വിചാരിക്കുന്നതെന്തോ അതായിരിക്കും നാം പറയുന്നത്. പറയുന്നതെന്തോ അതായിരിക്കും പ്രവർത്തിക്കുന്നത്. വിചാരം വാക്കായും വാക്ക് പ്രവൃത്തിയായും മാറുന്നു. വിചാരവും വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം. ആ ഒന്ന് മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാകാത്തതായിരിക്കണം. തനിക്കും മറ്റുള്ളവർക്കും ശ്രേയസ്കരമായത്, സമാധാനത്തെ തരുന്നത്, സുഖത്തെ തരുന്നതായിരിക്കണം നമ്മുടെ ചിന്തകൾ. ആ ചിന്തകളാണ് വാക്കായി വരുന്നത്. ഒന്ന് ചിന്തിക്കും പറയാൻ പറ്റാത്ത ഒന്നാണെങ്കിൽ ആ ചിന്തയെ നാം അപ്പോൾ തന്നെ നിർവീര്യമാക്കണം. പറയാൻ പറ്റാത്തത് ഒരിക്കലും ചിന്തയ്ക്ക് നാം പ്രസക്തി കൊടുക്കരുത്. അതുപോലെ പ്രവർത്തിക്കാൻ പറ്റുന്നത് മാത്രമേ പറയാവൂ. പ്രവർത്തിക്കാൻ പറ്റാത്ത അധർമ്മം നാം ഒരിക്കലും പറയരുത്. ആ അധാർമികമായിട്ടുള്ള ചിന്തകളും വാക്കുകളും പ്രവൃത്തിയും നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ഉണ്ടാവരുത്. ധാർമ്മികമായ വിധത്തിൽ ചിന്തിക്കുക, ധാർമ്മികമായ വിധത്തിൽ പറയുക, ധാർമ്മികമായ വിധത്തിൽ പ്രവർത്തിക്കുക. അതാണ് സത്യം വദ, ധർമ്മം ചര എന്ന് പറയുന്നത്. സത്യം വധിക്കാൻ പഠിക്കൂ എന്നും, ഇതാണ് നമ്മളെ കുട്ടിക്കാലത്തെ ശീലിക്കേണ്ടത്. സത്യം വധിക്കാൻ, സത്യം വധിക്കുക, പറയുക. സത്യം വധിക്കാൻ പഠിക്കൂ എന്നും ധർമ്മം ചരിക്കാൻ ശ്രമിക്കൂ. ധർമ്മത്തിലൂടെ ആയിരിക്കണം നമ്മുടെ ഓരോ പ്രവൃത്തിയും. ധർമ്മം ചരിക്കാൻ ശ്രമിക്കൂ. സത്യത്തോടാഭിമുഖ്യം വരും ബുദ്ധിക്ക്. സത്യത്തോട് ആഭിമുഖ്യമുള്ള നമ്മുടെ ബുദ്ധിക്ക് ധർമ്മം വിളക്കായി ഭവിക്കും. ബുദ്ധിക്ക് സഞ്ചരിക്കാനുള്ള വെളിച്ചം തരുന്നത് ധർമ്മമായിരിക്കും. സത്യത്തോടാഭിമുഖ്യം വരും ബുദ്ധിക്ക്. സത്യത്തിനോടാണ് നമ്മുടെ ബുദ്ധിക്ക് ആഭിമുഖ്യമുള്ളതെങ്കിൽ അവിടെ ധാർമ്മികമായ ചിന്തകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ധർമ്മം വിളക്കായി നമുക്ക് വരും. വെളിച്ചമായിട്ട് നമുക്ക് ധർമ്മമായിരിക്കും വരുന്നത്. അധർമ്മം നമ്മുടെ ജീവിതത്തിൽ നിഴലാടാൻ തുടങ്ങിയാൽ പിന്നീട് നമ്മുടെ ജീവിതം വഴിതെറ്റിപ്പോകും, ഇരുളിലാണ്ടുപോകും. ദുഃഖത്തിൻ്റെ പാരാവാരത്തിൽ നിന്ന് ഒരിക്കലും കരകയറാൻ കഴിയാത്ത വിധത്തിൽ നാം ആണ്ടുപോകുന്നതായിരിക്കും. അതിനാൽ അതിന് നാം ഇടവയ്ക്കരുത്. സത്യം വദ, ധർമ്മം ചര. സത്യം വധിക്കാൻ പഠിക്കൂ എന്നും ധർമ്മം ചരിക്കാൻ ശ്രമിക്കൂ. സത്യത്തോടാഭിമുഖ്യം വരും ബുദ്ധിക്കൂ ധർമ്മം വിളക്കായി ഭവിക്കും.